മൈ ചാനൽ ഗാങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ടാസ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. പ്ലഗിൻ ആപ്പിൽ വന്ന ടാസ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ 8 ചെയ്തു, ഇതിൽ 2 കൂടെ ഉണ്ട്. അപ്പോൾ ഇത് പാർട്ട് 9 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഡ്രസ് കോഡൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ പ്ലഗിൻ ആപ്പിലോട്ട് തന്നെ പോകാം. ഗൈസ്, നമ്മൾ പ്ലഗിൻ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ RJS മോഡ് ഇട്ടിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ F വെച്ച് തുടങ്ങുന്നതാണ്. കണ്ടല്ലോ, ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുക. ഇതാണ് ചെയ്യാൻ പോകുന്നത്. കോപ്പി ചെയ്യാം. ഓക്കെ, മോഡ് കോപ്പി നോ ഓപ്പൺ ഇൻ ഡ്രോയിങ് 3D ഗെയിം ആൻഡ് ഗോ ടു ദ ഇൻ്റർനെറ്റ് പേസ്റ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dയിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഗെയിമിനകത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം, ഇൻ്റർനെറ്റ് എടുക്കാം, പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നവരെയൊക്കെ ഇപ്പോൾ അടുപ്പിച്ച് എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നുണ്ട്. ഫയൽ ലോഡായി കഴിഞ്ഞാൽ നമുക്ക് കളി തുടങ്ങാം. ഓക്കെ, ഫയൽ ലോഡായിട്ടുണ്ട്. നമുക്ക് ബാക്ക് വരാം. നമ്മളിൽ റീപ്ലേ അടിച്ചാൽ മാത്രമേ ഇത് വരും. നമുക്ക് റീപ്ലേ വിടുക. നമ്മളിൽ നേരെ ചില നമ്മുടെ ടാസ്ക് എന്തോടത്തോട്ടായിരിക്കും. ഓക്കെ, നമ്മളെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കണ്ടെയ്നറാണ്. അത് വലിഞ്ഞ് കയറാൻ പറ്റുമോ ആർക്കറിയാം. ഇതെങ്ങനെ കയറൂടാ? എങ്ങനെയൊക്കെയോ അള്ളിപ്പിടിച്ച് നമ്മളിവിടെ കയറിയിട്ടുണ്ട്. നമുക്ക് ഈ അടുത്ത കണ്ടെയ്നറിൽ കയറാം. ഗൈസ്, നമുക്ക് മണ്ടയ്ക്കോട്ടൊരു മാർഗ്ഗമില്ല, നടക്കാൻ ഒക്കത്തില്ല. എന്താ, നമ്മൾ ജെറ്റ് പാക്ക് എടുക്കാൻ പോവാണ്. പിന്നെ അവിടുന്ന് നമുക്ക് എങ്ങനെയെങ്കിലും പോകാം. പക്ഷേ ഇത് ഇച്ചിരി ടഫായിട്ട് വന്നു, അതുകൊണ്ട് മാത്രം നമ്മൾ ജെറ്റ് പാക്ക് എടുക്കുന്നത്. 5-6 കണ്ടെയ്നറുണ്ട്, അത് വെച്ച് ടഫാണ്. ഓക്കെ, ആണ്ട് ഇവിടുന്ന് നമ്മൾ ഇച്ചിരി ബാക്ക് വരാം. എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ KGF ബൈക്ക് എടുത്തുകൊണ്ടാണ് പോകുന്നത്. റോക്കി ബായുടെ ബൈക്ക് എടുത്തുകൊണ്ട് നമുക്ക് എന്നിട്ട് പോകാം. അതുകൊണ്ട് എപ്പോഴും റോക്കി ബായുടെ ബൈക്ക് എടുത്താൽ ബോറാണ്. ഞാൻ മിക്ക ടാസ്കുകളിലും റോക്കി ബായുടെ ബൈക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് സ്പ്ലെൻഡർ എടുക്കാം. 900 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 900 ആണ് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ചിപ്പ്. ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. സ്പ്ലെൻഡറാണ് നമുക്ക് കിട്ടിക്കാൻ. നമുക്ക് റെഡ് ആക്കാം. ഫോൺ എടുക്കാം. വണ്ടി എടുത്തിട്ട് നിൽക്കണം, എന്നാലേ കളർ മാറത്തുള്ളൂ. ബൈസിന് കളറ് മാറുന്നില്ല. എന്നാൽ കറുപ്പങ്കി കറുപ്പ് പോവാ. കിട്ടിയ വണ്ടി എടുത്തുകൊണ്ട് പോകാം നമുക്ക്. ഫസ്റ്റ് നമുക്ക് റാമ്പ് കാണാം. റാമ്പ് കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് നടന്ന് പോകേണ്ട കേസാണ്. സ്പ്ലെൻഡർ എടുത്ത വെറുതെ. ഇതിനകത്തൊക്കെ എങ്ങനെ കയറൂടാ? നമുക്ക് സ്ലോ മോഷൻ ഒന്നാക്കിയിട്ട് കയറി നോക്കാം. സ്ലോ മോഷൻ ആക്കുമ്പോൾ അവൻ കയറുന്നുണ്ട് കേട്ടോ. പക്ഷെ കണ്ടെയ്നറും അങ്ങനെ അങ്ങ് കയറിയാൽ മതിയായിരുന്നു. ഇനി ഇതിലേക്ക് കിടക്കാം. തറയിൽ വീഴാതെ പോകണേ കളിയോ. സമാധാനമായി. നമ്മുടെ താറ് കിടപ്പുണ്ട്. ഇനി അങ്ങോട്ടുള്ള ടാസ്കിന് താറാന്ന് തോന്നുന്നു. ഓക്കെ, താറെടുക്കാം. ഓക്കെ, ഇവിടെ റാമ്പുണ്ട്. ഈ താറുമൊക്കെ ആയിട്ട് റാമ്പിൽ കൂടെ പോകാൻ ചെറിയൊരു പേടിയുണ്ട്. ഓക്കെ, ഇവിടെ ഇനി താറ് നിർത്തിയിട്ട് നടന്ന് പോകാൻ വേണ്ട. വണ്ടി കയറും. വണ്ടി തറയിൽ പോയി.
ഇല്ല. ഫ്രണ്ട് ക്യാമറ ഇട്ടാലൊന്നും കാണത്തില്ല, വേണ്ട, ഇങ്ങനെ തന്നെ പോവാം. ഓക്കെ, ഇനി നമുക്കിവിടെ നേരെ വണ്ടി എടുക്കാം. വീണ്ടും റാമ്പ് വരാനുണ്ട്. വണ്ടി ചരിഞ്ഞ് പെട്ട് തീർന്ന്. ഇതാണ് ഈ താറും കൊണ്ടും നമ്മുടെ കാറും കൊണ്ട് വന്നാലുള്ള കുഴപ്പം. എല്ലാ വണ്ടി ഇങ്ങനെയൊക്കെ തന്നെ. ജെറ്റ് പാക്ക് എടുത്ത് വീണ്ടും വണ്ടിക്കോട്ട് പോവുക. എനിക്ക് ആദ്യം തൊട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, പിന്നെ വീഡിയോയ്ക്ക് ലാഗ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് കൂടെ ജെറ്റ് പാക്ക് ഇട്ടാൽ കയറ്റുന്നത് മണ്ടയ്ക്കോട്ട്. ഇവിടുന്ന് നമ്മൾ തറ വീണത്. ഓക്കെ, നമ്മൾ എടുക്കുന്ന ബൈക്ക് ഇനി നമുക്ക് നമ്മുടെ KTM എടുക്കാം. 1210 ചീറ്റ് കോഡ്. നമ്മുടെ KTM വന്നിട്ടുണ്ട്. KTM RC അതാണ്. നമ്മളിവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് കണ്ടെയ്നറിൻ്റെ മണ്ടയ്ക്കാണ് കയറേണ്ടത്. ഗൈസ് നടക്കാൻ നോക്കുന്നത് ഇനി ഇറങ്ങിയിട്ട് നമുക്ക് നടക്കാം. എങ്ങനെങ്കിലും എന്തൊരു ആക്ടിങ്ങാടേ. ഒന്ന് വീടടാ തറയില്. ഞങ്ങളങ്ങനെ നടന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ബൈക്ക് എടുക്കാൻ നമ്മുടെ ബൈക്ക് ഏതെടുക്കണം? നമ്മൾ യമഹ V3 എടുക്കാൻ പോകുന്നത്. V3 അതിൻ്റെ ചീറ്റ് കോഡ് 0015 നമ്മുടെ V3 വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് ഇവിടുന്ന് അടുത്ത ജൈത്രയാത്ര തുടങ്ങാം. യമഹ R15 G3. ഓക്കെ, ഇത് ഒത്തിരി ഉള്ള ടാസ്ക്കാണ്. ഭാഗ്യം, തലയും കുത്തി വീണില്ലല്ലോ. തറയി വീടില്ല, പിന്നെ നമ്മുടെ കൂടപ്പുറത്തുണ്ട് ഗെയിമിനകത്ത്. ഓക്കെ, ഇവിടെ നിന്നും നമുക്കൊരു റാമ്പുണ്ട്. റാമ്പാണ് ഇതിനകത്ത് മുഖ്യത്. ഇവിടെ നമുക്ക് വണ്ടിക്ക് അത്രയും കഴിച്ച സ്റ്റെപ്പാണ് നടന്നു പോകാം. ചെറുക്കൊന്നും ചാടിക്കിടക്കത്തില്ല. സ്ലോ മോഷൻ ഉണ്ടാകും. ചെറുക്കനൊന്നും ചെയ്യത്തില്ല. ഒരു കാര്യം ചെയ്യും, ജെറ്റ് പാക്ക് വേണ്ട, നമുക്ക് ഇതിനകത്ത് തന്നെ പോകാം. ഇത് നമ്മുടെ വണ്ടി എടുത്തു പോയി നോക്കാം. വണ്ടിയും കയറി. നമ്മുടെ മുന്നിൽ ഒറ്റ മാറിയുള്ളൂ ഇനി ജെറ്റ് പാക്ക്. ഈ ഉള്ള ഗെയിമിനകത്ത് മൊത്തവും ജെറ്റ് പാക്ക് എടുത്ത് നല്ല ജെറ്റ് പാക്ക് ആണെങ്കിൽ അവിടെ പോയി കിടക്കണം. തറയിലോട്ട് ഇറങ്ങി നിന്നിട്ട് ജെറ്റ് പാക്ക് എടുക്കുക.
നീ വരുന്ന ജെറ്റ് പാക്ക് എവിടെ പോയി കിടക്കുമെന്ന് ആർക്കറിയാം. ഭാഗ്യത് അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അവിടെ കൂടെ ഒന്ന് വെച്ചാൽ മതി. പിന്നെ നമുക്ക് നടന്നു പോകാം. ഇപ്പം വന്ന് നമ്മുടെ ബിഗ് ജെറ്റ് പാക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത അവസ്ഥയിലാണ്. ഇതിന് നമ്മുടെ രോഹിത് ഗെയിമിംഗ് ഒരു നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ R151 എടുക്കാം. 0015 0015. ചുമ്മാ ഉള്ള ചീറ്റ് കോഡ് അടിച്ച് കളിക്കാൻ തന്നെ വേറെ ഉപയോഗമൊന്നുമില്ല ടാസ്കിനെ കൊണ്ട്. ഇവിടെ ഒരു കണ്ടെയ്നർ കൊണ്ടാക്കിയിരിക്കുന്ന റാമ്പുണ്ട്. നമുക്കിത് കയറിപ്പോ. ഓക്കെ, ഈ റാമ്പിനകത്ത് നമ്മൾ കയറി പോവാണ്. കണ്ടെയ്നർ കൊണ്ടുണ്ടാക്കിയ റാമ്പിനകത്ത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ബിൽഡിങ്ങിന് ഏറ്റവും മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഗെയിം എൻഡായെന്ന് തോന്നുന്നു. ഓ ഗൈസ്, അപ്പം നമ്മുടെ ഗെയിം അങ്ങനെ എൻഡായിട്ടുണ്ട്. ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.